നല്ല മഴ. അപ്പോൾ പിന്നെ നമുക്കിന്നൊരു വെറൈറ്റി ചിക്കൻ കറി ഉണ്ടാക്കാം. ചിക്കൻ കറി എന്ന് പറയുമ്പം നമുക്ക് അതിനകത്ത് മുളക് പൊടി ചേർക്കണ്ട, നമുക്കല്ലാതെ ചിക്കൻ കറി ഉണ്ടാക്കാം. ഓക്കെ, എന്നാൽ പിന്നെ വാ നമുക്ക് ഉണ്ടാക്കാം. ചിക്കൻ കറിയുടെ മർമ്മപ്രധാനമായ വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറിയ ഉള്ളി, ഇവ രണ്ടും നന്നായി വൃത്തിയായി അരിഞ്ഞ് പാത്രത്തിലോട്ട് വയ്ക്കുക. ആ സമയം കടയിൽ നിന്നും മേടിച്ചു കൊണ്ടുവന്ന ചിക്കൻ നന്നായി വൃത്തിയായി കഴുകി പാത്രത്തിലേക്ക് മാറ്റുക. പിന്നെ കറിക്ക് ആവശ്യമായ തക്കാളി വളരെ പതിയെ കട്ട് ചെയ്ത് ആവശ്യത്തിന് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. തക്കാളി വട്ടത്തിനോ നീളത്തിനോ അരിയാം, അത് നിങ്ങളുടെ ഇഷ്ടം. മുറിച്ച തക്കാളി തൽക്കാലം കുറച്ചു നേരം മഞ്ഞ പാത്രത്തിൽ റെസ്റ്റ് എടുക്കട്ടെ. ചിക്കൻ കറിയുടെ മർമ്മപ്രധാനമായ എന്നാൽ സായിപ്പ് നമ്മുടെ നാട്ടിൽ നിന്നും അടിച്ചു മാറ്റിക്കൊണ്ടുപോയ കറുത്ത പൊന്നെന്ന് പറയുന്ന കുരുമുളക്, അതാണ് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ വേണം കേട്ടോ, അതെടുക്കുക. വീഡിയോയുടെ ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഇടികല്ലിട്ട് ഇടിച്ച് പൊടിച്ചാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ സുഗന്ധദ്രവ്യമായ ഇഞ്ചി മണത്തിനും ഗുണത്തിനും ആവശ്യത്തിന് ചേർക്കുക. അടുത്തതായി വെളുത്തുള്ളി ചിക്കൻ കറിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകം തന്നെയാണ്. അത് ഉറപ്പായി ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ ടേസ്റ്റ് കിട്ടത്തില്ല. വൃത്തിയായി കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമ്മളുടെ ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവയിട്ട് നന്നായി മിക്സ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സായി പഠിച്ചു മാറ്റിക്കൊണ്ട് പോയിന്ന്, ആ കറുത്ത പൊന്ന് ഇടികല്ലിൽ വെച്ച് ഇടിച്ച് പൊടിക്കുന്നതിനെക്കാട്ടി നല്ലത് അരകല്ലിലിട്ട് അരച്ച് പൊടിക്കുന്നതാണ് കേട്ടോ. അതാകുമ്പോൾ വളരെ പെട്ടെന്ന് കാര്യം കഴിഞ്ഞ് കിട്ടും. അവയെല്ലാം സൈഡിലേക്ക് മാറ്റുക. ചട്ടി ചൂടാവുമ്പോൾ എണ്ണ ഒഴിക്കുക. തുടർന്ന് അതിലേക്കൊരൽപ്പം കടുക് ഇട്ട് പൊട്ടിക്കുക. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ഉള്ളിയിട്ട് നന്നായി വഴറ്റുക. ആ സായി പഠിച്ചു പറ്റി കൊണ്ടുപോയില്ലേ, അത് നന്നായി പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാണല്ലോ നമ്മുടെ ചിക്കൻ കറിയിലെ പ്രധാനപ്പെട്ട ആയുധം. ചെറിയ ഉള്ളിയിലെ കളർ മാറുമ്പോഴേക്കും കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് നന്നായി വേവിക്കുക. അതവിടെ കിടന്ന് നന്നായി ആവി വരട്ടെ. അങ്ങനെ വെന്ത് വരുന്ന സമയത്ത് നമ്മൾ തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇടം വലം നോക്കാതെ ഇളക്കി കൊടുക്കുക. നന്നായി വെന്ത് വരുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും കളർ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ മല്ലിപ്പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, മുളക് പൊടി നമ്മൾ ചേർക്കുന്നില്ല, നേരത്തെ പറഞ്ഞിരുന്നു. മല്ലിപ്പൊടി ചേർക്കുക, നന്നായി ഇളക്കുക. മല്ലിപ്പൊടി നന്നായി മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ മറക്കാതെ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, അതെ, കുരുമുളക് പൊടി ഏകദേശം 2 ടേബിൾ സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. കൂടുതൽ വേണ്ടി വരും. കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം ചിക്കൻ, നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇടം വലം നോക്കാതെ നന്നായി ഇളക്കി മറിക്കാൻ മറക്കരുത്. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഇവൻ അവിടെ കുറച്ച് നേരം തീയിൽ കിടന്ന് റെസ്റ്റ് എടുക്കട്ടെ. ആഹാ, അടപ്പെടുത്തപ്പോൾ ഉണ്ടല്ലോ എന്തൊരു മണം. ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, കുരുമുളക് ഇട്ടിട്ട് വെക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. ആ മണത്തിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കുറച്ച് പച്ചമല്ലി. അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ചോറ് ഞാൻ മുമ്പ് വെച്ചു. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ കറി ചോറിലോട്ട് ഇങ്ങനെ ഇടുക.
ഒരു സാധാ ചിക്കൻ കറിയുടെ ആ ഒരു മണമല്ല കേട്ടോ. ഇതിപ്പം കുരുമുളകിൻ്റെ മണം നന്നായിട്ട് മുമ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്പെഷ്യൽ സാലഡ് അമ്മയുടെ കൂടെ. എല്ലാ അമ്മയും ചേട്ടത്തിയൊക്കെ തന്നെ ഉണ്ടാക്കി. അപ്പം കഴിക്കുക കേട്ടോ. ഭയങ്കര രസമുണ്ട്. കാര്യം നമ്മൾ ഈ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടില്ലേ നമ്മൾ സാധാരണ കറി ഉണ്ടാക്കാറ്. ഇത് മുളക് പൊടിക്ക് പകരം കുരുമുളക് പൊടിയാണ്. അപ്പം അതിൻ്റെ ടേസ്റ്റ് വേറെ, നല്ല രസമാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. ഞാൻ തീർക്കട്ടെ. പിന്നെ ഈ കറി ട്രൈ ചെയ്ത് നോക്കാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ഷെയറും ചെയ്യണം. ഓക്കെ, ബൈ.